നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 19ാം ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാഘോഷം തൃശൂർ ടൗൺ ഹാളിൽ പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഠനം ഒരു ലഹരിയാക്കി മാറ്റണമെന്ന് കൽതായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത മാർ ഔഗീൻ കുര്യാക്കോസ്. മണ്ണുത്തി അഗ്രിസിറ്റി ലയൺസ് ക്ലബ്ബ് 2025-26 പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ഇസാഫ് MD പോൾ തോമസിന് സ്വീകരണവും നൽകി. പുത്തൂർ പഞ്ചായത്ത് കൃഷിഭവൻ ആരംഭിച്ച ഞാറ്റുവേല ചന്തയും കർഷക സഭയും പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വലക്കാവിൽ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. 19ാം ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാഘോഷം ടൗൺ ഹാളിൽ പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ഡയറക്ടർ AP ഷാജൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PG ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കോർഡിനേറ്റർ C ദിദിക, M രശ്മി, KK സജീവ് എന്നിവർ സംസാരിച്ചു. +2 SSLC പരീക്ഷകളിൽ വിജയിച്ച ജീവനക്കാരുടെ മക്കൾക്ക് പുരസ്കാരം വിതരണം ചെയ്തു. ഡാറ്റ വിശകലനത്തിൽ നിർമ്മിത ബുദ്ധിയുടെ പങ്ക് എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. തുടർന്ന് ജീവനക്കാരുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പഠനം ഒരു ലഹരിയാക്കി മാറ്റണമെന്ന് മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത. ചേരൂർ മാർ ഗീവർഗീസ് സഹദ പള്ളി യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSLC, +2 എന്നിവയ്ക്ക് പുറമെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന യോഗം മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ പഠനം ഒരു ലഹരിയാക്കി മാറ്റണമെന്ന് മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോ, ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ അബി J പൊന്മാണിശ്ശേരി തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. ഇടവക കൈക്കാരന്മാരായ ബാബു കൊടിയൻ, വിനോദ് ഡേവിസ്, ഇടവക പാരിഷ് കൗൺസിൽ അംഗങ്ങളായ ഷോൺ ജോൺസൺ, ലിൻസ് ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ നേർന്നു. ഫാദർ വിനോദ് തിമത്തി സ്വാഗതം പറഞ്ഞു. യൂത്ത് അസോസിയേഷൻ ഇടവക സെക്രട്ടറി VS ഡേവിഡ് നന്ദി പറഞ്ഞു. ഇടവക യൂത്ത് അസോസിയേഷൻ ഭാരവാഹികളായ ഗിൽജോ ജോയ്, ജിതിൻ CT, ഷിനോയ് PV, ലിൻസൺ എഡിസൺ എന്നിവർ നേതൃത്വം നൽകി. അസിസ്റ്റന്റ് വികാരി അബി പള്ളിപ്പുറം സന്നിഹിതനായിരുന്നു. ശരീരവും മനസ്സും ഒന്നിനും കൊള്ളാത്ത രീതിയിൽ അത് നശിച്ചു പോകുന്നതാണ് നമ്മൾ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികള്, യുവജനങ്ങള് ഉയർന്നു വരുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ മാറിയിട്ട് പഠനം ഒരു ലഹരിയായിട്ട് കൊണ്ടുവന്നാലാണ് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നത്. അതായത് ഓരോ ലഹരിക്ക് പിന്നാലെ പോകാതെ റവാഡ ചന്ദ്രശേഖർ IPS പുതിയ പോലീസ് മേധാവിയാകും. പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് പോലീസ് മേധാവിയെ തെരഞ്ഞെടുത്തത്. ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിച്ച ഒഴിവിലേക്കാണ് റവാഡ ചന്ദ്രശേഖർ എത്തുന്നത്. 1991 IPS ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. ദീർഘകാലമായി അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് സെക്രട്ടറിയായി നിലവിൽ സേവനമനുഷ്ഠിക്കുകയാണ് റവാഡ ചന്ദ്രശേഖർ. തൃശൂർ MG റോഡിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടറിൽ ബസ്സിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം. അജണ്ട വായിക്കും മുൻപ് നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം. നഗരത്തിലെ റോഡുകൾ ചോരക്കളമായി എന്നാരോപിച്ച് പ്രതീകാത്മകമായി ദേഹത്ത് ചുവന്ന ചായമൊഴിച്ചാണ് കോൺഗ്രസ് കൗൺസിലർമാർ യോഗത്തിലെത്തിയത്. പ്രതിപക്ഷ നേതാവ് രാജൻ J പല്ലൻ അജണ്ട വായിക്കും മുൻപ് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു. ഇതിനിടെ മേയറുടെ കസേരയിൽ റീത്ത് വയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. രാജൻ പല്ലൻ മേയറെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് ഭരണപക്ഷ വനിതാ കൗൺസിലർമാർ മേയർക്ക് പ്രതിരോധം തീർത്ത് മേയർക്ക് ചുറ്റും നിരന്നു. ഇതോടെ ഇരുകൂട്ടരും പരസ്പരം വെല്ലുവിളികളും മുദ്രാവാക്യം വിളികളും തുടർന്നു. ഇതിനിടെ ഡയസിന്റെ മുകളിൽ കയറി പ്രതിപക്ഷ കൗൺസിലർ ജയപ്രകാശ് പൂവത്തിങ്കൽ നിന്നതോടെ മേയർ ജയപ്രകാശിനെ കൗൺസിൽ യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചു. ഇതോടെ പ്രതിപക്ഷത്തെ മുഴുവൻ കൗൺസിലർമാരും ഡയസിന്റെ മുകളിൽ കയറി നിന്ന് പ്രതിഷേധിച്ചു. ഇതോടെ 19 പ്രതിപക്ഷ കൗൺസിലർമാരെ അടുത്ത 2 കൗൺസിൽ യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി മേയർ അറിയിച്ചു. BJP കൗൺസിലർമാർ പ്ലക്കാർഡുകളുമായാണ് പ്രതിഷേധിച്ചത്.
മണ്ണുത്തി അഗ്രി സിറ്റി ലയൺസ് ക്ലബ്ബ് 2025-26 പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഡോക്ടറേറ്റ് നേടിയ ഇസാഫ് MD പോൾ തോമസിനുള്ള സ്വീകരണവും ഹോട്ടൽ അശോക ഇന്നിൽ നടന്നു. നിയുക്ത ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് ജേക്കബ് നെറ്റോ, സെക്രട്ടറി മാധവൻ ഉണ്ണി, ട്രഷറർ P. സുരേന്ദ്രൻ എന്നിവരെ സ്വീകരിച്ചു. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നേടിയ പോൾ തോമസ്, സഹധർമ്മിണി മെറീന പോൾ എന്നിവരെ ആദരിച്ചു. ജില്ലാ ഭാരവാഹികളായ റാഫേൽ ചിദലൻ, ഷിബു, ലറ്റീഷ റജി, പ്രശാന്ത് മേനോൻ, KAU വൈസ് ചാൻസലർ KS അനിൽ എന്നിവർ സംസാരിച്ചു. സർവീസ് കോർഡിനേറ്റർ ആന്റോവി മാത്യു സ്വാഗതവും സെക്രട്ടറി മാധവൻ ഉണ്ണി നന്ദിയും പറഞ്ഞു. ഒരു PhD ഒക്കെ ഉണ്ടെങ്കിൽ ചാൻസലർക്ക് PhD ആവശ്യമില്ല, എന്നാലും PhD ഉണ്ടെങ്കിലാണ് അക്കാഡമിക് വേൾഡിൽ ഒരു റെക്കഗ്നീഷൻ ഉണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു PhD പരിശ്രമിച്ചു. അങ്ങനെ ചെന്നൈയിലെ വേൽസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു PhD 2019 പാർട്ട് ടൈമായിട്ട് രജിസ്റ്റർ ചെയ്താണ്. തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായത്. പക്ഷേങ്കിലും അതെല്ലാം പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും മെറീനയുടെ സപ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നു. എൻ്റെ ടീമിലെ പല ആളുകളും ഡാറ്റ കളക്ഷനും ഒക്കെ ആയിട്ട് സഹായിച്ചു. പക്ഷേ അതിൻ്റെ ആദ്യഘട്ടത്തിലെ പരിശ്രമങ്ങളെല്ലാം ഞാൻ തന്നെ. ഡോൺ ബോസ്കോ കോളേജ് മണ്ണുത്തിയിൽ ലഹരി വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി കോളേജിലെ NCC, NSS യൂണിറ്റുകൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ജിമ്മി ജോസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ മിനു തോമസ്, കോളേജ് ഡയറക്ടർ റവറൻഡ് ഫാദർ സിറിൽ എടമന എന്നിവർ ആശംസകൾ നേർന്നു. NCC കോർഡിനേറ്റർമാരായ ലഫ്റ്റനന്റ് ജിനു TR, ടെസ്ലിൻ സെബി, NSS പ്രോഗ്രാം ഓഫീസർ അജീഷ്, ലിയ മത്തായി എന്നിവരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി മണ്ണുത്തി വിദ്യാർത്ഥി കോർണറിൽ സമാപിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് മൈമും പൊതുജനങ്ങൾക്ക് ബാഡ്ജ് വിതരണവും നടത്തി. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് 318 തൃശൂർ കോർപ്പറേഷനുമായി സഹകരിച്ച് നടത്തിവരുന്ന മന്ന എന്ന വിശപ്പ് രഹിത തൃശൂർ എന്ന പദ്ധതി 2 വർഷം വിജയകരമായി പിന്നിട്ടു. തൃശൂർ നഗരത്തിലെത്തുന്ന ആരും കൈവശം പണമില്ലാത്തതിനാൽ പട്ടിണിയാകരുതെന്ന മേയറുടെ ആശയം ലയൺസ് ക്ലബ്ബ് തുടരുമെന്ന് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില പറഞ്ഞു. ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ഡെന്നി കൊക്കനെയും
സഹപ്രവർത്തകരെയും അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു. ദിവസവും 700-ലധികം പേർ മന്ന എന്ന ഈ പദ്ധതിയിലെത്തി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് 318-ലെ ഓരോ ക്ലബ്ബുകളാണ് ഓരോ ദിവസവും ഭക്ഷണം നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് ബ്രാൻഡായ ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോസാണ് റിലീവിങ് ഹങ്കർ. വിശന്ന് ആരും തന്നെ ഇരിക്കരുത് എന്ന വലിയൊരു കാഴ്ചപ്പാടോടുകൂടി ലോകത്ത് തന്നെ ആരും തന്നെ വിശന്നിരിക്കാൻ പാടില്ല എന്ന കാഴ്ചപ്പാട് കൂടി ലയൺസ് ക്ലബ് ഉണ്ടാക്കിയ റിലീവിങ് ഹങ്കർ എന്ന പദ്ധതി, ആ പദ്ധതി ഞങ്ങൾ ലയൺസ് ഡിസ്ട്രിക്ട് 318 ഞങ്ങൾ തൃശ്ശൂർ കോർപ്പറേഷന് മുമ്പിൽ അത് അവതരിപ്പിക്കുകയും കോർപ്പറേഷൻ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് കോർപ്പറേഷൻ്റെ സഹകരണത്തോടു കൂടി മന്ന എന്ന് പറയുന്ന ഒരു പന്തൽ 2 കൊല്ലം മുമ്പാണ് ഇവിടെ ആരംഭിച്ചത്. ഇന്ന് അത് 2 വർഷം സമ്പൂർണ്ണമായും ഒരു ദിവസം പോലും മുടങ്ങാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2 വർഷം പൂർത്തിയാകുന്ന ദിവസമാണ്. വളരെ സന്തോഷമുണ്ട്. തൃശ്ശൂർ നഗരത്തിൽ ആരും തന്നെ വിശന്നിരിക്കാൻ പാടില്ല എന്നുള്ള വലിയ സ്വപ്നം, മേയറുടെ സ്വപ്നം, തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സ്വപ്നം, ലയൺസിൻ്റെ സ്വപ്നം ഇവിടെ പൂവണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശക്കുന്നവൻ്റെ മുമ്പിൽ അന്നം ഈശ്വരനാണ് എന്ന സത്യം, ആ സത്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓരോരുത്തരും കൊടുക്കുന്ന ഭക്ഷണം അത് ഈശ്വരനാണ്, ഈശ്വരൻ്റെ സന്നിധാനമാണ്. അതിവിടെ എല്ലാ ദിവസവും ഉറനിരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ലയൺസ് ക്ലബ്ബുകളും അവരുടെ സഹകരണത്തോടു കൂടിയാണ്, ഓരോ ലയൺസ് ക്ലബ്ബുകളുമാണ് ഇവിടെ ഓരോ ദിവസവും വന്ന് ഈ വലിയ അവർക്ക് ഈ കർത്തവ്യത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. എല്ലാവർക്കും തൃശ്ശൂരിൽ ഈ ലയൺസ് ക്ലബ്ബിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ എല്ലാ കൗൺസിലർമാർക്കും കോർപ്പറേഷനും ഒക്കെയുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന കോർപ്പറേഷൻ അധികാരികളുടെ സ്വപ്നം പൂവണിയാകുന്നതിനായിട്ട് ഡിസ്ട്രിക്ട് 318 കഴിഞ്ഞ 2 വർഷമായി കൈകോർത്ത് തോളോട് തോളിന് ഒത്ത് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ പദ്ധതി ഇന്നത്തേക്ക് 730 ദിവസം പൂർത്തീകരിക്കുകയാണ്. ആയതിന് നമ്മുടെ ഇവിടെ ഇതിൻ്റെ സാമ്പത്തികമായ നടത്തിപ്പിന് ഞങ്ങളുടെ ഓരോ ക്ലബ്ബ് അംഗങ്ങളും ക്ലബ്ബുകളും അവരുടെ സഹായ സഹകരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്കിതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചത്. ഒരു വർഷം ഏതാണ്ട് 25 മുതൽ 28 ലക്ഷം രൂപ വരെ നമ്മൾക്ക് ഈ പദ്ധതിക്ക് വേണ്ടി ചെലവ് വരുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കണ്ടെത്തുന്നത് സ്നേഹനിധികളായ ലയൺ മെമ്പർമാരുടെ പക്കൽ നിന്നാണ്. ഈ ഒരു പദ്ധതി എടുത്തൊരു വർഷം കൂടി നടത്തിക്കൊണ്ടുപോകാനായിട്ട് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജയകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നും ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അടുത്ത വർഷവും ഒരു പരിപാടിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും, മാധ്യമങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ലയൺ മെമ്പർമാരുടെയും മറ്റ് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയും എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ലയണിസം, ജയ്. പൂച്ചട്ടി MKMHS സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നടത്തറ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് PB ബബിത അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീരാമചന്ദ്രൻ കുട്ടികൾക്ക് ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശം നൽകി. ഒല്ലൂർ ASI ബീന, യൂത്ത് വെൽഫെയർ കമ്മിറ്റി അംഗം അജീഷ്, നടത്തറ ഫാർമേഴ്സ് ബാങ്ക് പ്രതിനിധി MN ബേബി, എരവിമംഗലം LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് പ്രസന്ന, അധ്യാപകൻ ഹരി, ആരോഗ്യവകുപ്പ് പ്രതിനിധി ജോയ്, അധ്യാപക പ്രതിനിധി ഗംഗാദേവി, ഓട്ടോ യൂണിയൻ പ്രതിനിധികളായ സന്തോഷ്, ജോയ്, യൂണിയൻ പ്രതിനിധി ജൈലോഫർ ദാസ്, വിമുക്തി കോർഡിനേറ്റർ V ബിന്ദു, TK ലത, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഉത്സാഹത്തോടെ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സൂംബ ഡാൻസിന്റെ ഉദ്ഘാടനവും ഫുട്ബോൾ ടീം ഫ്ലാഗ് ഓഫ്, ജേഴ്സി ലോഞ്ചിങ് എന്നിവയും നടത്തി. പാർലമെന്റ് നടക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഗൗരവമായി ഒന്നും പറയുന്നില്ല. എന്തായാലും നിങ്ങൾ ഭയങ്കര ഗൗരവമായ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഈ അടുത്ത് ഞാനൊരു കഥ കേട്ടു. ഒരിക്കലൊരു കൊതുവിൻ്റെ കുട്ടിയും കൂടി ഒരു വീട്ടിലിരിക്കുകയായിരുന്നു. മകളെ, ഒരു വളരെ പേര് കേട്ട, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു കൊതുകിൻ്റെ മകളും കൂടി ഒരു വീട്ടിലിരിക്കുകയായിരുന്നു. കൊതുക് എപ്പോഴും അച്ഛൻ
ഈ അമ്മ കുട്ടിയോട് പറയും വീട്ടിൽ എപ്പോഴും ഇരിക്കണം, പുറത്തേക്കൊന്നും പോകരുത് എന്ന് പറയും. പക്ഷെ എന്ത് ചെയ്യും, കുട്ടി അമ്മ പോയി തിരിച്ചു വരുന്നത് വരെ 2-3 ആഴ്ച അത് ക്ഷമിച്ചിരുന്നെങ്കിലും പിന്നീട് എന്ത് ചെയ്യും, ഒരു ദിവസം ഈ കൊതുക് അമ്മ പോയി വൈകുന്നേരം വരുന്നതിന് മുമ്പ് വീടിന് പുറത്തേക്ക് പോയി വീണ്ടും അകത്തേക്ക് വന്നു വീട്ടിലിരുന്നു. വൈകുന്നേരം അമ്മ ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ മോനോട് ചോദിച്ചു സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു വളരെ സുഖമാണ്, സന്തോഷമായിട്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് അമ്മയോട് ഒരു പരാതിയുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഞാൻ പുറത്തു പോയപ്പോൾ എത്രയോ സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഈ ലോകത്തിലേക്ക് എന്നോട് പോകരുതെന്ന് അമ്മ എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലാന്ന്. അപ്പോൾ ഈ അമ്മ ചോദിച്ചു, മോനെ നീ എന്തുകൊണ്ടാണ് ഈ പുറം ലോകത്തേക്ക് പോവുകയും ചെയ്തു, പക്ഷെ എന്തുകൊണ്ട് ഇത്രയും വലിയ സ്നേഹമുള്ള സന്തോഷമുള്ള എന്നെ സ്വീകരിക്കുന്ന ലോകത്തേക്ക് നിന്നെ ഞാൻ നിഷേധിച്ചു എന്ന് പറഞ്ഞത് ഒന്ന് വിശദീകരിച്ച് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ മകൻ പറയുകയാണ്. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ 1975-78 BA ഇക്കണോമിക്സ് ബാച്ചിന്റെ സുവർണ ജൂബിലി കുടുംബസംഗമം കോളേജ് മാനേജർ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ബാച്ച് കൂട്ടായ്മ പ്രസിഡന്റ് BA ജോസ് അധ്യക്ഷനായിരുന്നു. ബാച്ചിലെ വിശിഷ്ട സഹപാഠികളായ കേരള സർക്കാരിന്റെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഉപലോകായുക്ത ജസ്റ്റിസ് അശോക് മേനോൻ, സെന്റ് തോമസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റാർസിന്റെ പ്രഥമ ഗ്ലോബൽ പ്രസിഡന്റ് CA ഫ്രാൻസിസ്, ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് നേതൃത്വം നൽകിയ സൈനിക ഉദ്യോഗസ്ഥൻ കേണൽ P. ജോർജ് തോമസ്, പ്രശസ്ത ധനതത്വശാസ്ത്രജ്ഞൻ പ്രൊഫസർ ഡോക്ടർ രവീന്ദ്രൻ, CSB ബാങ്ക് ലിമിറ്റഡിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്ന അഡ്വക്കേറ്റ് കുര്യൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബാച്ചിന്റെ ഡയറക്ടറുടെ പ്രകാശന കർമ്മം ജസ്റ്റിസ് അശോക് മേനോൻ നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ മാർട്ടിൻ കൊളംബരത്ത്, ബാച്ച് കൂട്ടായ്മ സെക്രട്ടറി ജോസൻ EJ, ട്രഷറർ വിൻസൻ VA, ഔസേഫ് കോടന്നൂർ എന്നിവർ പ്രസംഗിച്ചു. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പുത്തൂർ പഞ്ചായത്തിന്റെയും പുത്തൂർ കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച ഞാറ്റുവേല ചന്തയും കർഷക സഭയും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി അങ്കണത്തിൽ നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് അധ്യക്ഷത വഹിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, പുത്തൂർ പഞ്ചായത്ത്, പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക്, പുത്തൂർ പഞ്ചായത്ത് കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം, പുത്തൂർ കുടുംബശ്രീ CDS, പാടശേഖര സമിതികൾ, സംരംഭകർ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജൂൺ 30 മുതൽ ജൂലൈ 2 വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്ന ഞാറ്റുവേല ചന്തയിൽ വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, വിൽപ്പന, പുത്തൂർ കൃഷിഭവന്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി സൗജന്യ നടീൽ വസ്തുക്കളുടെ വിതരണം, വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, പുത്തൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത്, പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PG ഷാജി, കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഞാറ്റുവെട്ടി, കൃഷി ഓഫീസർ നിമിഷ AM തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 2 വരെ നമ്മുടെ ജൂൺ 30 മുതൽ ജൂലൈ 2 വരെ നീളുന്ന ഞാറ്റുവേല ചന്ത നല്ല രീതിയിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കർഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് DC കമ്മിറ്റി വിളിച്ച് തീരുമാനമെടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവ് നൽകുന്നതിന് വേണ്ടി കർഷകരെ ഏറ്റവും നമ്മൾ അടുത്തു നിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ട കാർഷിക മേഖലയ്ക്ക് വേണ്ട പദ്ധതികൾ രൂപീകരിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് അതീവ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം 17 പദ്ധതികളാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്. 52 ലക്ഷം രൂപ നമ്മൾ ആ ഇനത്തിലേക്ക് നീക്കിവെച്ചിട്ടുണ്ട്. മാത്രമല്ല ക്ഷീര കർഷകരെയും നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നല്ല രീതിയിൽ കർഷകരെ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മലയോര കർഷകരെ ഏറ്റവും അടുത്ത് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവർക്ക് സഹായകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവയ്ക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഇന്നത്തെ ഞാറ്റുവേല ചന്തയിൽ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും, സംരംഭകരെ, അതുപോലെ തന്നെ ചെറുകിട കർഷകരെ, നഴ്സറികൾ നടത്തുന്ന ആളുകൾ, എല്ലാ ആളുകളും, സംസ്ഥാന ബാങ്കുകൾ എല്ലാവരെയും കൂട്ടിയടക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഞാറ്റുവേല നടത്തി പോകുന്നത്. ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിന് ആവേശത്തുടക്കം. ഇന്ന് ജൂനിയർ വിഭാഗങ്ങളുടെ മത്സരം. തൃശൂർ MP
കെ രാധാകൃഷ്ണനും പീപ്പിൾസ് ആം റെസ്ലിംഗ് ഫെഡറേഷൻ ഇന്ത്യയുടെ ചീഫ് അഡ്വൈസറും പ്രോ പഞ്ചലീഗ് ഡയറക്ടറും ബോളിവുഡ് നടനുമായ പർവീൻ ഡബാസും സൗഹൃദ പഞ്ചപിടുത്തത്തോടെ ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിന് തൃശൂരിൽ തുടക്കം കുറിച്ചു. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് 3 ദിവസങ്ങളിലായുള്ള ദേശീയ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആം റെസ്ലിംഗ് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് പ്രീതി ജഹാംഗിരി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സബ് ജൂനിയർ, മാസ്റ്റേഴ്സ്, ഫിസിക്കലി ഡിസേബിൾഡ് വിഭാഗങ്ങളിലെ മത്സരങ്ങൾ ഇന്നലെ പൂർത്തിയായി. ഇന്ന് ജൂനിയർ വിഭാഗങ്ങളിലെ മത്സരങ്ങൾ നടക്കും. സീനിയർ വിഭാഗങ്ങളിലെ മത്സരങ്ങൾ നാളെയും നടക്കും. 24 സംസ്ഥാനങ്ങളിൽ നിന്നും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 2500ഓളം കായിക താരങ്ങളും 200ഓളം ഒഫീഷ്യൽസുമാണ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ദേശീയ വൈസ് പ്രസിഡന്റ് മനോഹർ സിംഗ് ഷെഖാവത്ത്, ലീഗൽ അഡ്വൈസർ താരിഫ് ഖാൻ, ദേശീയ ട്രഷറർ മായങ്ക് പട്ടേൽ, കേരള ആം റെസ്ലിംഗ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോജി ഏളൂർ, ടൂർണമെന്റ് ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ജോഷി ഫ്രാൻസിസ്, PA ഹസൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പുന്നംപറമ്പ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. തെക്കുംകര പഞ്ചായത്ത് വാർഡ് 9 പഴയന്നൂപ്പാടം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. പഴയന്നൂപ്പാടത്ത് നടന്ന കുടുംബസംഗമം മുൻ ജില്ലാ UDF ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് സനൽ സണ്ണി അധ്യക്ഷത വഹിച്ചു. ബാർ കൗൺസിൽ ഓഫ് കേരള ചെയർമാൻ അഡ്വക്കേറ്റ് TS അജിത് മേനോൻ, ബാർ കൗൺസിൽ സംസ്ഥാന കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് ജൂലി ജോർജ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു, മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു, DCC സെക്രട്ടറി സജി പോൾ മാടശ്ശേരി, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി VM കുര്യാക്കോസ്, വാർഡ് മെമ്പർ ഷൈബി ജോൺസൺ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ വിജി സുരേഷ് കുമാർ, വർഗീസ് വാഗിയിൽ, ജോണി ചിറ്റിലപ്പള്ളി, സുനിൽ തെക്കുംകര, AM അഷ്റഫ്, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയിൽ, സേവാദൾ നിയോജക മണ്ഡലം ചെയർമാൻ ബൈജു ഐനിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു. സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വടക്കാഞ്ചേരി സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ലിമിറ്റഡിന്റെ വികസന പ്രവർത്തനങ്ങൾ വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി സർക്കാർ ധനസഹായത്തോടെ 12 കോടി രൂപയുടെ 6 ടൺ ഹൈഡ്രോളിക് ഓപ്പൺ ഫോർജിംഗ് ഹാമറിന്റെ പ്രവർത്തന ഉദ്ഘാടനവും 2.5 കോടി രൂപയിൽ നിർമ്മിക്കുന്ന SIFL കോർപ്പറേറ്റ് ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവുമാണ് മന്ത്രി നിർവഹിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ അഭിമാനകരമായ ISROയ്ക്കും DRDO, ബ്രഹ്മോസ്, ഇന്ത്യൻ നേവി, HAL തുടങ്ങി തന്ത്രപ്രധാനമായ മേഖലകളിലേക്കാണ് SIFL ഫോർജിങ്ങുകൾ നൽകുന്നത്. കഴിഞ്ഞ മാസമാണ് കമ്പനിക്ക് ഇന്ത്യൻ നേവിയിൽ നിന്നും അന്തർവാഹിനികൾക്ക് ആവശ്യമായ ഫോർജിങ്ങുകൾ നൽകാനുള്ള 38 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത്. ബ്രഹ്മോസ് മിസൈൽ ഭാഗങ്ങൾ നൽകാനുള്ള 25 കോടി രൂപയുടെ ഓർഡറും കമ്പനിക്ക് കഴിഞ്ഞ മാസം ലഭിച്ചു. ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിൽ കരുത്തേകാനായി സേനക്കാവശ്യമായ ഭാഗങ്ങൾ തദ്ദേശീയമായി നിർമ്മിച്ചു നൽകി. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാട് MD അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയുണ്ടായി. ശക്തിപ്പെടുത്തുക, മത്സരക്ഷമമാക്കുക, ലാഭകരമാക്കുക. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കുറേയൊക്കെ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. നല്ല രീതിയിൽ ഇനിയും സാധ്യതകളുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു B2B സെൻട്രൽ പബ്ലിക് സെക്ടർ ഡിഫൻസ് ഓർഗനൈസേഷൻ ഒക്കെ ആയിട്ട് സംസ്ഥാന വ്യവസായ വകുപ്പ് മുൻകൈയെടുത്ത് കൊച്ചിയിൽ നടത്തിയത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും പ്രതിരോധ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നിരവധി ഓർഡറുകൾ ലഭിക്കുകയുണ്ടായി. അത് നന്നായി നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് കൂടുതൽ ഓർഡർ ലഭിക്കുന്നതിന് സഹായകരമാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ ഇനിയും ഏറെ ദൂരം
സഞ്ചരിക്കാനുണ്ട്. പൊതുവെ വ്യവസായങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഞാൻ രാവിലെ പാലക്കാടായിരുന്നു. 3 പദ്ധതികളിലായി നമ്മുടെ നിക്ഷേപ സംഗമത്തിൽ വന്ന 1450 കോടിയുടെ പദ്ധതികൾക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടാണ് വന്നത്. വലക്കാവ് മണ്ണൂരിൽ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണൂർ സ്വദേശി മുണ്ടാടൻ വീട്ടിൽ ജോണിയുടെ മകൻ 37 വയസ്സുള്ള ലിജോയിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുളയത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ വീടിന് സമീപത്ത് കൂടി പോകുന്ന പഞ്ചായത്ത് ചാലിലാണ് ലിജോ വീണ് കിടക്കുന്നതായി കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇയാൾ കിടന്നിരുന്ന ചാലിൽ മീനിനെ പിടിക്കാൻ വൈദ്യുതി കെണി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും ഷോക്കേറ്റതാണ് മരണകാരണം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇയാൾ അവിവാഹിതനാണ്. വലക്കാവിലെ INTUC യൂണിയൻ തൊഴിലാളിയാണ് മരിച്ച ലിജോ. നിലവിൽ ഇസാഫിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ്. അച്ഛൻ ജോണി, അമ്മ ലിസി, സഹോദരി ലിജി എന്നിവരാണ്. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് വലക്കാവ് സെന്റ് ജോസഫ് പള്ളിയിൽ നടത്തി. ബാബുജി ജനശ്രീയുടെ ആഭിമുഖ്യത്തിൽ കുട്ടനല്ലൂർ എ മാധവൻ മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ വെച്ച് എ മുരളീധരൻ, AK വിശ്വംഭരൻ സ്മാരക എൻഡോമെന്റ് പഠന ഉപകരണ വിതരണം നടത്തി. അഡ്വക്കേറ്റ് സദാനന്ദൻ സ്വാഗതം പറഞ്ഞു. ജനശ്രീ ചെയർമാൻ ഷാജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനശ്രീ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ കുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി ജനശ്രീ തൃശൂർ ബ്ലോക്ക് ചെയർമാൻ ശിവരാമകൃഷ്ണൻ പങ്കെടുത്തു. ML ബേബി, ഒല്ലൂർ ബ്ലോക്ക് ജനശ്രീ ചെയർമാൻ ബിന്ദുകുമാരൻ, മുൻ കൗൺസിലർ A സേതുമാധവൻ, വായനശാല പ്രസിഡന്റ് ജനശ്രീ സ്ഥാപക ചെയർമാൻ ആൻഡോ തച്ചോത്ത്, ബൂത്ത് പ്രസിഡന്റുമാരായ ഡേവിസ് സറങ്ങാശ്ശേരി, ബെന്നി കാച്ചേരി, ബെന്നി മുയലൻ, ബാബു KK, മണ്ഡലം സെക്രട്ടറിമാരായ ജോൺസൺ വിധേയത്തിൽ, സണ്ണി ചുണ്ടയിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജിജോ ചാക്കപ്പൻ, PV വർഗീസ്, അജി കല്ലൂക്കാരൻ, ബൈജു വല്ലച്ചിറക്കാരൻ എന്നിവർ യോഗത്തിൽ ആശംസ അറിയിച്ച് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 19ാം ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാഘോഷം തൃശൂർ ടൗൺ ഹാളിൽ P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഠനം ഒരു ലഹരിയാക്കി മാറ്റണമെന്ന് കൽതായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത മാർ ഔഗീൻ കുര്യാക്കോസ്. മണ്ണുത്തി അഗ്രിസിറ്റി ലയൺസ് ക്ലബ്ബ് 2025-26 പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ഇസാഫ് MD പോൾ തോമസിന് സ്വീകരണവും നൽകി. പുത്തൂർ പഞ്ചായത്ത് കൃഷിഭവൻ ആരംഭിച്ച ഞാറ്റുവേല ചന്തയും കർഷക സഭയും പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വലക്കാവിൽ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.